കൂട്ടുകാർ, നോക്ക് നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ ഇത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് തെളിയിക്കുന്ന ഇഷ്ടം പോലെ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഇത്രയും സമഗ്രമായ ഗ്രന്ഥമാണ് കേട്ടോ ഇത്, ഞാൻ സത്യം ചെയ്ത് പ്രഖ്യാപിക്കുന്നു ഇത് ഇതാണ്. ഇനി നിങ്ങൾക്ക് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കാം, തള്ളണമെങ്കിൽ തള്ളാം. അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. ഈ വാർത്ത കൊണ്ടാണോ നിങ്ങൾ അലംഭാവം കാണിക്കുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്. ഇതാണ് നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ എന്തു പറഞ്ഞു അവിടെ നമ്മൾ നിൽക്കണം, അതിൽ നമുക്ക് ഒരു അലംഭാവം ഉണ്ടാവാൻ പാടില്ല. ഈ ഖുർആനിനെയാണോ നിങ്ങൾ അവഗണിക്കുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്, അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. ഇതാണോ നിങ്ങൾ വില വെക്കാതിരിക്കുന്നത്? ഇതാണോ നിങ്ങൾ അവഗണിക്കുന്നത്? ഈ ഖുർആനിന്റെ കാര്യത്തിലാണോ നിങ്ങൾ അലംഭാവം കാണിക്കുന്നത്? നിങ്ങൾ ഇത് കേട്ടിട്ട് ചിന്തിക്കുന്നില്ലേ? കുറെ കേട്ടല്ലോ, സ്വർഗും നരകും, വലിയ 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 കാര്യങ്ങൾ ഒരുപാട് നമ്മൾ കേട്ടു, താക്കീതുകൾ, പൊള്ളുന്ന താക്കീതുകൾ കേട്ടു. എന്നിട്ട് നമുക്ക് വല്ല മാറ്റമുണ്ടോ? ഉണ്ടായേ പറ്റൂ. മഹാന്മാർ അവർ ഖുർആൻ എന്തെങ്കിലും ഓതിയോ അവിടെ നിൽക്കുമായിരുന്നു. അതാണ് അവരുടെ കണ്ടീഷൻ. നോക്കുങ്ങൾ, ഖുർആൻ ഓതിയാൽ അവിടെ നിൽക്കുക, അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. നേരെ മറിച്ചോ ഖുർആനിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംശയം തോന്നുക, ഇത് എവിടുന്നേക്ക് കിട്ടി, ഇതെങ്ങനെയാ അല്ലാഹു തആല പറഞ്ഞത്, ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഇങ്ങനെ തോന്നുക, അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ പരാജയമാണ്. മുസ്ലിമിന് അത്രയും വലിയ പരാജയം വേറെ ഒന്നും വരാനില്ല. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ആ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം ചിന്തിക്കേണ്ട കാര്യമാണ്. ഖുർആൻ എവിടെ ഓതിയോ ആ ഖുർആൻ അവിടെ അംഗീകരിച്ചു കൊള്ളണം. തൻസീലൽ അസീസിർ റഹീം. കാരണം ഖുർആൻ അസീസും റഹീമുമായ റബ്ബിന്റെ അവതരണമാണ്. അസീസും റഹീമുമായ റബ്ബിന്റെ അവതരണമാണ് വിശുദ്ധ ഖുർആൻ. അസീസും റഹീമുമായ. എന്തിനെ അങ്ങനെ തന്നെ പറഞ്ഞത്? അള്ളാഹ് കഴിവ് കെട്ടവനല്ല എന്ന് തെളിയിക്കാനാണ് അസീസ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ ശരിക്ക് പിടിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയും എനിക്ക്. അസീസ് നിങ്ങൾ ആ രണ്ട് പ്രയോഗവും ഉണ്ട്, നല്ല ഒന്നാണ് കൊടുത്തിട്ട് സാറല്ലോ എന്ന് പറയുന്ന പരിപാടിയാണ്. അസീസ് ശക്തനാണ് അല്ലാഹു, പ്രതാപിയാണ് അല്ലാഹു, നിങ്ങളെ പിടിച്ച് കൈകാര്യം ചെയ്യാൻ അല്ലാഹുവിന് കഴിയും. ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ല തെറ്റും മാനുഷികമായിട്ട് എന്നിൽ നിന്ന് വന്നു പോയാൽ പിന്നെ ഒരിക്കലും പൊറുക്കൂലേ? അല്ല, റഹീം. നിങ്ങൾ തൗബ ചെയ്താൽ അവൻ പുറത്തു തരും. അവൻ കരുണക്കടലാണ്, നല്ല സ്നേഹമുള്ളവനുമാണ്. അതോടൊപ്പം എന്തും ചെയ്ത് നടക്കാം. അല്ലാഹുവിനെ എത്രയും പറ്റിക്കാന്ന് കരുതിയിട്ട് കഴിവ് കെട്ട ഒരു റബ്ബാണെന്ന് കരുതണ്ട. പിടിക്കാനും ചോദ്യം ചെയ്യാനും നിന്നോട് പ്രതികാരം വീട്ടാനും കഴിയുന്നവനാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒന്ന് വന്നു പോയാൽ നീ കുടുങ്ങി എന്നല്ല, നിനക്ക് മാപ്പുണ്ട്. അല്ലാഹു റഹീമാണ്. തൻസീലൽ അസീസിർ റഹീം. ആ രണ്ട് പ്രയോഗങ്ങൾ അവിടെ വെക്കാൻ കാരണം മനുഷ്യൻ നിൽക്കേണ്ടത് ബൈനൽ ഖൗഫി വർ റജാ. അങ്ങനെയാണ് ഹദീസിൽ പഠിപ്പിച്ചത്. ആശങ്കയുടെയും പ്രതീക്ഷയുടെയും നടക്കാം. നല്ല പേടി വേണം അള്ളാഹിനെ പറ്റി. നമ്മൾ നരകവും സ്വർഗവും കേട്ടല്ലോ സൂറത്തുൽ വാഖയിലൂടെ. നല്ല പേടി വേണം. പഠിച്ചോരെ ഞാൻ ആ നരകത്ത് കിടക്കുമെന്ന് പേടി എന്നെ ആവാൻ പാടില്ല. പ്രതീക്ഷയും വേണം, എങ്ങനെങ്കിലുമൊക്കെ ഞാൻ സ്വർഗത്തിലെത്തും. സുല്ലത്തും മിനൽ ആഖിരീൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഞാനും പെട്ടേക്കാം. എന്നാലോ നരകത്ത് കടക്കുമെന്നുള്ള പേടിയും വേണം. അപ്പൊ സ്വർഗത്തിൽ കടക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുമ്പോഴേ അമല് വർദ്ധിപ്പിക്കുകയുള്ളൂ. നരകത്തിൽ കടക്കുന്നുള്ള പേടി ഉണ്ടാകുമ്പോഴേ തിന്മയിൽ നിന്ന് മാറി നിൽക്കൂ. അപ്പൊ അമല് വർദ്ധിപ്പിക്കാനും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ഖൗഫ് റജാഇന്റെ ഇടയിൽ. അതിന്റെ ഇടയിലുള്ള ആ ന്യൂട്രൽ അവിടെ നിൽക്കണം. ആശങ്കയുടെയും പ്രതീക്ഷയുടെയും നടുക്കാണ് ഒരു വിശ്വാസി നിൽക്കേണ്ടത്. അവിടെ വിശ്വാസിക്ക് സലാമത്തുള്ളൂ. അള്ളാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. അള്ളാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. കൂട്ടുകാരെ, ഖുർആൻ കേൾക്കുമ്പോൾ അത് കേൾക്കുക, അത് അംഗീകരിക്കുക എന്നുള്ള ഒരു വലിയ ഭാഗ്യമാണ്. ഞാനൊരു ചെറിയ ആയത്ത് പരിചയപ്പെടുത്താം. ഈ ആയത്ത് കേട്ടപ്പോൾ ഇതിനെ അംഗീകരിക്കാൻ സൗഭാഗ്യമുള്ള ആളുകളുണ്ടായി, തള്ളിക്കളയാൻ നിർഭാഗ്യമുള്ള ആളുകളുണ്ടായി. അത് രണ്ടും പറയാം. മഹാന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി കേട്ടാൽ അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് നല്ലൊരു തെളിവാണ് ഉമർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹദീസിൽ വന്നത് എന്താ? കാന ഉമർ വഖാഫൻ ഇൻദ കിതാബില്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഗ്രന്ഥത്തിന് മുമ്പിൽ സഡൻ ബ്രേക്ക് ഇടുന്ന ആളായിരുന്നു. വഖാഫൻ, വാഖിഫൻ എന്നല്ല പറഞ്ഞത്, വഖാഫൻ. ഖുർആൻ എന്താണോ പറഞ്ഞത് അവിടെ നിന്നു. പിന്നെ ഒരനക്ക മുമ്പോട്ടും ഉണ്ടാവില്ല. അങ്ങനെ അങ്ങനെ ചെയ്യരുത് എന്നാ ചെയ്യുന്നില്ല. ഈ കണ്ടീഷൻ ഉമർ റളിയല്ലാഹു അൻഹു വളരെ കണ്ടീഷനായിരുന്നു. കൃത്യമായിട്ട് ഈ കണ്ടീഷൻ ഉള്ള ആളായിരുന്നു. കാന ഉമർ വഖാഫൻ ഇൻദ കിതാബില്ലാഹ്.
ഒരു രസകരമായ സംഭവം കാണാം തഫ്സീർ ഗ്രന്ഥങ്ങളിൽ. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഊരു ചുറ്റി നടക്കുകയാണ്. നാട് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഊരു ചുറ്റി ഇങ്ങനെ നടക്കുക. ഊരു ചുറ്റി ഇങ്ങനെ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത് ഒരു വീട്ടിൽ നിന്നൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം എന്താണെന്ന് കൃത്യമായിട്ട് ഇങ്ങനെ തിരിയുന്നില്ല. അപ്പം മഹാനവറുകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ അടുത്തു. ഒരു സുഖകരല്ലാത്ത പാട്ടിന്റെ സൗണ്ടാ. നമ്മൾ നേരത്തെ പ്രതിപാദിച്ചു പോയ അത്തരത്തിലുള്ള ഒരു പാട്ടിന്റെ സൗണ്ടാ, അശ്ലീലം. അപ്പൊ ഇങ്ങനെ വന്ന് നിന്ന് നോക്കുമ്പോൾ പാട്ട് ഇങ്ങനെ പാടുന്നത് കേട്ടപ്പോൾ മഹ്റജൊന്നും വേണ്ടത്ര കൃത്യമല്ല. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് മനസ്സിലായി മദ്യപിച്ചിട്ടുണ്ടാവും. കാരണം മദ്യപിച്ചവന്റെ സംസാരം കേട്ടാൽ അറിയാലോ, ആളെ കാണുന്നും വേണ്ട, അവന്റെ മഹ്റജ് കേട്ടാൽ തന്നെ അറിയാം നമുക്ക് കുടിച്ചിട്ടുണ്ടോ അല്ലേ. സ്ഫുടത ഉണ്ടാവൂല, അക്ഷരത്തിന് സ്ഫുടത ഉണ്ടാവൂല. അപ്പൊ ഈ സ്ഫുടതല്ലാത്ത സംസാരം കേട്ടപ്പോ ഉറപ്പായി ഇവൻ കുടിച്ചിട്ടുണ്ട്. പകുതിയെ ഈ ചുമരിന്റെ പണി തീർന്നിട്ടുള്ളൂ. വീടിന്റെ അരച്ചുമരുള്ള ഈ ചുമരിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കയറുന്നു. കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ മദ്യക്കുപ്പി മുമ്പിൽ വെച്ച്, മദ്യത്തിന്റെ ബോട്ടിൽ മുമ്പിലുണ്ട്. എന്നിട്ട് മൂപ്പര് നല്ലോണം ആടി പാടുക. നല്ല പാട്ടില്ല. മൂപ്പര് ആ ലോകത്തോട് മുഴുകിയിരിക്കുക. ഇടക്കിടക്ക് എടുത്തിട്ട് ഓരോ മുറുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കും, പാടും. ഇതാ പരിപാടി. ഉമർ റളിയല്ലാഹു ആരാ? ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ ഇത്തരം ഏർപ്പാടുകളൊന്നും നടക്കൂല. പക്ഷേ ഉമർ റളിയല്ലാഹുവിന് ഖുർആനിലുള്ള പേടിയാണ് സുഹൃത്തുക്കളെ പറയുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇവന്റെ മുമ്പിലേക്കൊരൊറ്റ ചാട്ടമാണ്. ഇവനങ്ങ് ഞെട്ടിപ്പോയി. കാരണം അർദ്ധരാത്രിയിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ പാടി രസിച്ചിരിക്കുമ്പോൾ എൻ്റെ മുമ്പിലേക്ക് ഒരാൾ കണ്ട് ചാടുമ്പോൾ ആരാരും പേടിക്കൂലേ? പേടിച്ചു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അമാ തഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, പടച്ച റബ്ബിനെ പേടിക്കുന്നില്ലേ? അല്ലാഹുവിനെ പേടിയില്ലടോ നിനക്ക്? കള്ളു കുടിച്ച് പാട്ടും പാടിയിരിക്കുകയാണോ ഈ നട്ടപ്പാതിരക്ക്? ഉമർ റളിയല്ലാഹു ഇതിൽ ഇയാൾ ശരിക്കും ഒന്ന്, അത് ഉമർ റളിയല്ലാഹുവിനെ പരിചയമുള്ളവർക്ക് ശരിക്കും പേടിയുണ്ടാവും. കാരണം ഉമറാൻ അംറും ബിൽ മഅറൂഫും നഹിയും അനിൽ മുൻകറും തൻ്റെ ഹോബി. തൻ്റെ ഹോബി എന്നതാ, തൻ്റെ ഇഷ്ട വിഷയം തന്നെ അതാണ്. തോന്നിയാസം ചെയ്യാൻ ഉമറിന്റെ മുമ്പ് ആർക്കും കൂടൂല. ഉമർ റളിയല്ലാഹുവിനെ പിടികൂടിയപ്പോൾ ഇയാൾ മനസ്സിലാക്കി, പടച്ചോനെ നിദ്ദീന്ന് സലാമത്താകാൻ ഒരു മാർഗേ ഉള്ളൂ, പഴയ ശീലം. അത് നിങ്ങോട്ട് മോചിതനാകാത്തത് കൊണ്ടാണ് ഇയാളിൽ സംഭവിച്ചു പോയി. ഇയാൾ ചിന്തിച്ചു, ഇതിൽ നിന്ന് സലാമത്താകാൻ ഒരു മാർഗമുണ്ട്. ഇയാൾക്ക് ഖുർആനിൽ നല്ല പേടിയാ. കാന ഉമർ വഖാഫനിന്റെ കിതാബിലെയാണ്. ഖുർആനോട് ഓതി അവിടെ നിൽക്കും. അപ്പൊ എനിക്കിപ്പോ ഇവിടെ രക്ഷപ്പെടാൻ മാർഗം ഖുർആന്റെ കുറച്ച് വചനങ്ങൾ ഓതിയാൽ എനിക്ക് രക്ഷപ്പെടാമെന്ന് ഇയാൾ ചിന്തിക്കാൻ. അപ്പൊ ഇയാൾ ചോദിച്ചു, ഉമറെ ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് ശരിയാണ്, ഒരു തെറ്റ് ഞാൻ ചെയ്തു. ഒരു തെറ്റ് ചെയ്ത എന്നെ തിരുത്തുന്നത് ആരാണ് ഉമറെ? 3 തെറ്റ് ചെയ്ത നിങ്ങളോ? സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുക, ഒരു തെറ്റ് ചെയ്ത എന്നെ തിരുത്താമെന്നത് 3 തെറ്റ് ചെയ്ത നിങ്ങളോ? ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു, ഞാൻ 3 തെറ്റോ? എന്താ ഞാൻ ചെയ്തു വെച്ച്? ഈ കുടിക്കണ കണ്ടു എന്നുള്ളത് എൻ്റെ തെറ്റ്? എന്താ ഞാൻ ചെയ്ത തെറ്റ്? ഇയാൾ പറഞ്ഞു, ഉമറെ ഒന്നാമത്തെ തെറ്റതാ. ഖുർആനിൽ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തു. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹ് പറഞ്ഞു, വലാ തജസ്സസൂ. സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറഞ്ഞു, വലാ തജസ്സസൂ, നിങ്ങൾ വിശ്വാസികളുടെ രഹസ്യ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അന്വേഷിക്കണ്ട. എന്താണോ കണ്ണിൽ കാണുന്നത് അത് തിരുത്തണം, തെറ്റ് കണ്ടാ തിരുത്തണം. പക്ഷെ ഒരാളുടെ അരമന രഹസ്യങ്ങൾ അത് പാടി നോക്കാൻ പാടില്ല, എത്തി നോക്കാൻ പാടില്ല. അയാൾ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ ചെയ്യണത് അല്ലേ? അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെ മൂല്യരെപ്പോഴാണ് എണീക്കണത്? ചില മഹല്ലുകളിലൊക്കെ ഉണ്ടാകും. നേരത്തെ നിസ്കരിക്കാൻ വരുന്നതുകൊണ്ടാണ് മൂല്യന്മാർക്ക് വലിയ ഇടങ്ങേറുണ്ടാകുക ചിലപ്പോൾ.